നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് എൻ്റെ കൂടെ യാത്രയിൽ അമ്മയുണ്ട്. അമ്മയെ ഞാനിവിടെ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക്. തെക്കേമല എത്തി. ഇനിയിപ്പം നേരെ തിരുവല്ല. അമ്മയുടെ കയ്യിൽ മറ്റൊരു കവറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് ബാഗ് അമ്മ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാനത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡാണ്. കോഴഞ്ചേരി സിറ്റി എന്ന് പറയാം, സിറ്റിയാണിത്. ഇത് കോഴഞ്ചേരി പാലം, പഴയ പാലമാണ്. ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയാണ്, മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ വീട് അവിടെ അടുത്തായതുകൊണ്ട് അപ്പോൾ അവർക്ക് സൗകര്യമാണ് എല്ലാ കാര്യത്തിനും. അവിടെ ചെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തു വെക്കാൻ പറ്റും. ഇവിടെ നിർത്തി അമ്മയുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഞാനിങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന്. ഒരു കൈ കൊണ്ട് ചുമ്മാ സപ്പോർട്ട് ചെയ്താൽ മതി, അങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തിരുവല്ലയിലേക്ക് കാല് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയുണ്ട് യാത്ര കുറേ ഉണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മൾ ചെന്നെത്തുന്നത് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർബ്രിഡ്ജിൻ്റെ അതിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ റൗണ്ട് ബോട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ബൈപ്പാസ് വഴി നേരെ ചങ്ങനാശ്ശേരി റൂട്ടിലോട്ട് ചെല്ലും. അവിടുന്ന് റൈറ്റ്, അതായത് ഇവിടുന്ന് നേരെ ചെന്ന് 2-3 സിഗ്നൽസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പം കവർ ചെയ്ത് വന്നു. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ ചങ്ങനാശ്ശേരി. പിന്നെ ഇത് ചങ്ങനാശ്ശേരി NSS കോളേജാണ്. കോട്ടയത്ത് അടുത്ത് എവിടെയെങ്കിലും നല്ല ലൊക്കേഷൻ ഉണ്ടെങ്കിൽ, നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇന്നിനും നടക്കത്തില്ല. ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് 4 മണിക്ക് ശേഷമാണ്. പോകുന്നതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാറായിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരോടെ ഉള്ളൂ. ഇനി നാളത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ് കോട്ടയത്തിനടുത്ത്. ഇതിപ്പം ഞങ്ങൾ പോകുന്നത് ചവിട്ടുവരിയിലാണ്. ചവിട്ടുവരിയിൽ നിന്ന് അടുത്ത് ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാണാൻ പറ്റുന്ന ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവനോടൊന്ന് തിരക്കിയിട്ട് അവനറിയാവുന്ന റൂട്ടൊക്കെ ചോദിച്ച് നോക്കാം. ചോദിച്ച് നോക്കിയാൽ അവനറിയാം. അവൻ മിക്കവാറും പോകുന്ന റൂട്ടൊക്കെയാണ്. അപ്പോൾ അവനും അവൻ്റെ അനിയനൂടെ മിക്കവാറും കറങ്ങാനൊക്കെ പോകുന്നതാണ്. അപ്പോൾ അറിയാൻ പറ്റും ഇവിടെ ഏറ്റവും നല്ല സ്പോട്ട് എവിടെയാണല്ലോ എന്നുള്ളത് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അമ്മയും കുഞ്ഞമ്മയും കൂടെ പൊക്കോളും. അമ്മയുടെ അനിയത്തിയും കൂടെ രാവിലെ അമ്മയുടെ അനിയത്തിയും കൂടെ പൊക്കോളും, ഹോസ്പിറ്റലിൽ പൊക്കോളും. അപ്പോൾ പിന്നെ ഞാനും അവനൂടെ റൂമിലിരിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ അടുത്ത് ഏതെങ്കിലും ലൊക്കേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചാണ്. ഞങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഫുഡിൻ്റെ കാര്യത്തിൽ പട്ടിണിയാകത്തേ ഉള്ളൂ. അവർ വന്നാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അവനെയും കൊണ്ട് രാവിലെ എവിടെയും കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചാണ്. അമ്മയുടെ കയ്യിൽ മറ്റൊരു കവറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് ബാഗ് അമ്മ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാനത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. ഓക്കെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കോട്ടയത്തേക്ക് പോകുന്നത്. അതുമല്ല, ഇപ്പോൾ അവരവിടെ താമസിക്കുന്ന സ്ഥലം മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏത് ഏരിയ ആണെന്ന് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാണ്. അമ്മയ്ക്ക് അറിയാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത്. അമ്മ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ കോട്ടയത്ത് എത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സ്ട്രക്ചർ കണ്ടോ, റൗണ്ട് സ്ട്രക്ചർ ഇപ്പോഴും അതുപോലെ നിൽക്കുകയാണ്. അതിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. അപ്പം കോട്ടയത്തുനിന്ന് ഇവിടുന്ന് നമുക്ക് കുമരകം പിന്നെ അങ്കമാലി പോകാൻ പറ്റും. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്കമാലി, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുമരകം റൂട്ടാണ്. കുമരകം നല്ല സ്പോട്ടുണ്ടെന്ന് തോന്നുന്നു. കുമരകം ഭാഗത്തും നല്ല സ്പോട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഉള്ളിടത്താണ്.
ഉണ്ടോ ലെഫ്റ്റിൽ റൈഡർ കയറി പോകുന്നുണ്ടോ? ആളും എനിക്ക് തോന്നുന്നു ട്രിപ്പിലാണെന്ന് തോന്നുന്നു. ശരിക്കും കോട്ടയത്തിൻ്റെ കേന്ദ്രഭാഗത്താണ് നമ്മുടെ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്നത്. തിരുനക്കര ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിട്ട് രാത്രിയിലാണ് പോയത്. അപ്പോൾ അന്ന് കണ്ട് തൊഴാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ നിന്ന് ഉത്സവത്തിന് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഓവർ ബ്രിഡ്ജാണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള. കുഞ്ഞമ്മയൊക്കെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പനച്ചിക്കാടാണ്. കോട്ടയത്ത് പിന്നെ പനച്ചിക്കാട്, നാട്ടകം, തിരുവാർപ്പ്, പുതുപ്പള്ളി, പിന്നെ മണർക്കാട്, കുമാരനല്ലൂർ, പിന്നെ ആർപ്പുകര, പൂവത്തുമൂട്, ആന്നാനം, ഇതെല്ലാം കോട്ടയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ചവിട്ടേരി കഴിഞ്ഞു. ചവിട്ടേരിയിൽ നിന്ന് വേണ്ട കുമാരനല്ലൂർ അടുക്കാറായി. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാണ്. വിളിച്ച് പോയപ്പോൾ വഴി തെറ്റി. അമ്മയ്ക്കറിയത്തില്ല, കറക്റ്റ് വഴി അമ്മയ്ക്കറിയത്തില്ല. അപ്പോൾ അവനെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വണ്ടി നിർത്തുന്നില്ല, കുറച്ചങ്ങോട്ട് മാറ്റി നിർത്താം. ചിലപ്പം ആ പാലത്തിൻ്റെ അവിടെ ആണെന്നാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ അടുത്തായിരിക്കും. അപ്പോൾ അവിടോട്ട് നിർത്താമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, അമ്മ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പുറകെ വിടുകയാണ്. ഞാനിവിടെ ഒരു കരിമ്പൂച്ചയെ കണ്ടോ. ഇവിടെ നേരെ പോവാണ്. അവൻ ഈ വഴിയൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. അവൻ നല്ല വേഗത്തിൽ പോകുന്നുണ്ട്. എനിക്ക് ഈ വഴി അധികം അറിയത്തില്ല. അമ്മയുടെ അനിയത്തിയുടെ മൂത്ത പുത്രനാണിത്. ഇപ്പോൾ ഇന്നവനെന്തോ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാളെ കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് അവനോട് പറഞ്ഞിട്ട് നാളെ ഏത് ലൊക്കേഷനിൽ പോകണമെന്ന് വിചാരിച്ചാൽ. ഇവിടെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വീടായതുകൊണ്ടോ വളരെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. ഇവിടെ എങ്ങനെ പോയാലും 11:30-12 മണി വരെ എങ്ങനെ പോയാലും കടകളും സ്ഥാപനങ്ങളും ഒക്കെ കാണും. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. കോട്ടയം സിറ്റിക്ക് അടുത്തല്ലേ. ഇവിടെ പിന്നെ പള്ളി, അമ്പലം എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. എന്താ ഒരു ചേട്ടൻ വഴിയിൽ നിൽക്കുന്നത്. ഇത് ഓടിയിട്ടും തീരുന്നില്ലല്ലോ. എങ്ങോട്ട് കൊണ്ടുപോയതാ? വീടെത്തി കേട്ടോ. ഇതാണ് വീട്. ഇവിടെ ഉള്ള സൂപ്പർ വീടാണല്ലോ. ഇതിൻ്റെ പേര് പുണർതം എന്നാണ് വീടിൻ്റെ പേര്. ഇതാ എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് യാത്ര ചെയ്തതിന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ക്ഷീണം രണ്ടുപേരും തീർത്തിട്ട് നാളെ ഇവനെയും കൂട്ടി പോകണം. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം.